നല്ല ഹോട്ടലിലത്തെ പോലെ ചിക്കൻ ചുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ചതക്കി പേസ്റ്റാക്കിയത് നന്നായിട്ട് കായം തെറ്റിയതിന് ശേഷം ഈ കഴുകി വെച്ച ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു പകുതി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇനി സവാള മുറിച്ച് വെക്കുക. നന്നായിട്ട് കായം തേച്ച ചിക്കന് നമുക്കിനി പൊരിച്ചെടുക്കാം. കുറേ ചിക്കൻ ഉള്ളത് കൊണ്ട് വലിയ ചട്ടിയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇനി ചിക്കൻ നമുക്ക് പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മുരിഞ്ഞ് വന്ന് ഇനി നമുക്കിത് കോരിയെടുക്കാം. എല്ലാ ചിക്കനും അങ്ങനെ പൊരിച്ചെടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എല്ലാ ചിക്കനും പൊരിച്ചെടുത്ത് കഴിഞ്ഞ് ഇതാ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അതിനിതാ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. നല്ല ഉരുളിയാണ്. ആ ഉരുളിയിൽ ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചത് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഈ സവാള വഴറ്റി ആകുമ്പോഴത്തേന് നമുക്ക് തക്കാളി മുറിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് ആ സവാള വഴറ്റിയതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കണം. അതിലേക്ക് വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക് ഇവയെല്ലാം പീസാക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ വഴറ്റിയെടുത്ത കൂട്ടിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ ചിക്കൻ മസാല പൗഡർ നമുക്ക് ആവശ്യാനുസരണം അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലേശം കൂടെ ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറവായിരുന്നു. 5 ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അതിൻ്റെ കുരു കളഞ്ഞ് ഈ കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പുളി കിട്ടാനും നല്ല സ്മെല്ല് കിട്ടാനും എല്ലാത്തിനും നല്ല സൂപ്പറാണ്. നല്ല അടിപൊളി സ്മെല്ല് ഇതാ വരുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഇത് റെഡി ആയിട്ട് വരുന്നുണ്ട്. വേണമെങ്കിൽ ലേശം കൂടി ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായി ഇളക്കിയിട്ട് 5 മിനിറ്റ് ഒന്നും കൂടെ അത് വേവിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇത് എല്ലാതും കൂടി ഈ ചിക്കനിൽ കളർന്ന് നല്ല സ്മെല്ലായിട്ട് നല്ല സൂപ്പറായിട്ടിതാ നമ്മളെ ചിക്കൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. നല്ല സ്മെല്ലായിട്ട് നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് തിന്നാം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും.